بسم الله الحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فما خطبك يا سامري؟ قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ത്വാഹയിലെ 95 മുതൽ 97 വരെയുള്ള 8 വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്ന ആയത്തുകൾ തന്നെയാണ് ഈ ക്ലാസ്സിലും ഓതി വച്ച ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമരിയുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എന്നും ആ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ച് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പക്ഷേ അവർ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ചെയ്തത് എന്നും നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ഷിർക്കൻ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രബോധനം നടത്തേണ്ടുന്നതിൻ്റെ ഗൗരവവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതി വച്ച ആയത്തുകൾ, ഒന്നാമത്തെ ആയത്ത് സാമിരിയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഖാല ഫമാ ഖത്ബുക യാ സാമിരി. സാമിരിയോട് ചോദിക്കുകയാണ്, ഫമാ ഖത്ബുക, നിൻ്റെ ഖത്ബ് എന്താണ്? ഖത്ബ് എന്ന് പറഞ്ഞാൽ കാര്യം എന്നർത്ഥം. നിൻ്റെ കാര്യം എന്താണ് യാ സാമിരി. അപ്പോൾ ആദ്യം യാ കൗമ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കൗമിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം അവരിൽ നടപ്പാക്കിയ സാമിരി എന്ന് പറയുന്ന ആ ആളെ വിളിച്ചിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിൻ്റെ കാര്യം എന്താണ്? ഖാല. അപ്പോൾ സാമിരി പറയുന്ന മറുപടിയാണ് 96-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്താ പറയുന്നത്? ബസുർത്തു, ഞാൻ കണ്ടു, ബിമാലം യബ്സുറു, അവർ കണ്ടിട്ടില്ലാത്ത ഒന്ന് ഞാൻ കണ്ടു. ഫഖബൽതു, അങ്ങനെ ഞാൻ പിടിച്ചു, അത് എടുത്തു. ഖബലത്തൻ, ഒരു എടുക്കൽ, ഒരു പിടിക്കൽ. മിൻ അഥരി റസൂലിൻ്റെ കാൽപ്പാടിൽ നിന്ന്. ഫനബൽതുഹ, എന്നിട്ട് ഞാനത് ഇട്ട് കളഞ്ഞു. വകദാലിക സവ്വലത് ലി നഫ്സി, അപ്രകാരമാണ് എൻ്റെ മനസ്സ് അതെനിക്ക് ഭംഗിയായി കാണിച്ചു തന്നത്, അല്ലെങ്കിൽ എന്നെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബസുർത്തു ബിമാലം യബ്സുറു, ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കി. ഫഖബൽതു ഖബ്ലത മിൻ അഥരി റസൂൽ, അങ്ങനെ ദൈവദൂതൻ്റെ കാൽപ്പാടിൽ നിന്ന് ഞാൻ അതിനെ ഒരു പിടിക്കൽ പിടിച്ചു, ഞാനൊരു പിടിക്കുകയും ചെയ്തു. ഫനബൽതുഹ, എന്നിട്ട് അത് ഞാൻ നടപ്പാക്കി, അത് ഇട്ട് കളഞ്ഞു. വകദാലിക സവ്വലത് ലി നഫ്സി, എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത് ആ രൂപത്തിലാണ് എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ സാമിരിയോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ തഫ്സീറിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് അവർ കണ്ടിട്ടില്ലാത്ത കാര്യം കണ്ടത് എന്നും എന്താണ് നടപ്പാക്കിയത് എന്നുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളാണ്. അതായത്
അവരിൽ നിന്നുള്ള ആ ഒരു ആഭരണങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഈ ഒരു പശുവിൻ്റെ രൂപത്തിൽ ഉള്ള ഒരു രൂപമുണ്ടാക്കി അവരെ അതിനെ ആരാധിക്കുന്നതിലേക്ക് ഇദ്ദേഹം ക്ഷണിച്ചു. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയ സമയത്ത് അവരോട് നിർദ്ദേശിച്ച കാര്യമായിരുന്നു, മടങ്ങി വരുന്നത് വരെ എൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ എന്നുള്ളതല്ല. അതിനെല്ലാം ലംഘിച്ചുകൊണ്ട്, അതാണ് മീൻ അഹരി റസൂലി എന്ന് പറഞ്ഞത്. ആ റസൂലിൻ്റെ കാൽപ്പാടുകളെ എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യങ്ങളെ ഞാൻ ഫനബത്തുഹ എന്നാണ്, ഞാനത് നടപ്പാക്കി എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? അങ്ങനെയുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സെന്നോട് നല്ലതായി തോന്നിപ്പിച്ചത്, അങ്ങനെ ചെയ്യാനാണ് എൻ്റെ മനസ്സെന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഖാല, മൂസ നബി പറഞ്ഞു, ഫദ്ഹബ്, ആകയാൽ നീ പോകണം. ഫഇന്ന ലക ഫിൽ ഹയാത്തി, തീർച്ചയായും നിനക്ക് ജീവിതത്തിലുണ്ട്, അൻ തഖൂല ലാ മിസാസ്, തൊട്ടുകൂടാ എന്ന് പറയുന്ന ഒരു കാര്യം. അൻ തഖൂല, നീ പറയല്ല, മിസാസ്, സ്പർശനമില്ല, തൊട്ടുകൂടാ എന്ന്. വ ഇന്ന ലക, നിശ്ചയമായും നിനക്കുണ്ട്, മൗഇദൻ, ഒരു നിശ്ചിത സമയമുണ്ട്, ലൻ തുഖ്ലഫഹു, അത് നിന്നോട് ലംഘിക്കപ്പെടുന്നതേ അല്ല. ആ നിശ്ചിത സമയം നിന്നോട് ഒരു ലംഘനവും നടത്തുന്നതല്ല. വന്നൂർ, നീ നോക്കണം, ഇലാഹിക്ക, നിൻ്റെ ദൈവത്തിലേക്ക്, അല്ലതി വൽത്ത, നീ ആയിക്കൊണ്ടിരുന്ന ആ ദൈവത്തിലേക്ക്, അലൈഹി, അതിൻ്റെ അടുക്കൽ. അപ്പോൾ എങ്ങനെയാണ് നിൻ്റെ ഇലാഹിൻ്റെ മുന്നിൽ നീ ആയിക്കൊണ്ടിരിക്കുന്നത്? ആക്കിഫ, ഭജനമിരിക്കുന്നവനാണ്. അപ്പോൾ ആ പശുവിൻ്റെ രൂപമുണ്ടാക്കി അതിനെ ആരാധിച്ച് അതിൻ്റെ മുമ്പിൽ ഭജനമിരിക്കുന്നവനാണ് നീ. അങ്ങനെയുള്ള ആ ഇലാഹിൻ്റേക്ക് നീ നോക്കണം. ലനഹു, നാം അതിനെ ചുട്ടരിക്കുക തന്നെ ചെയ്യും. മുസാ നബി പറയുകയാണ്, സുമ്മലനൻസിഫന്നഹു, പിന്നെ അതിനെ നാം പാറ്റിക്കളയുക തന്നെ ചെയ്യും. ഫിലിയമ്മ, സമുദ്രത്തിൽ, നെസ്ഫൻ, ഒരു പാറ്റിക്കളയൻ. അപ്പോൾ എന്താ പറഞ്ഞ? മൂസാ നബി പറഞ്ഞു, എന്നാൽ നീ പോ, ഫദ്ഹബ്, നീ പോ. ഫഇന്ന ലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, നിനക്ക് ഈ ജീവിതത്തിലുള്ളത് തൊട്ടുകൂടാ എന്ന് പറയലായിരിക്കും. അപ്പോൾ ലാ മിസാസ് എന്ന് പറഞ്ഞാൽ ലാ തഖറുബിനി എന്നുള്ള അർത്ഥത്തിലാണ്, നീ ഇനി ഞങ്ങളോട് അടുത്ത് വരരുത്. ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തുകയാണ് ഈ സാമിരിക്ക് ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റുള്ള ആളുകളോടൊക്കെ അദ്ദേഹത്തോട് സഹവസിക്കാൻ പാടില്ല എന്നും അദ്ദേഹത്തോട് ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതാണ് ഇവിടെ പറഞ്ഞ ലാമിസാസ്. തഫ്സീറുകളിൽ അതിൻ്റെ വിശദീകരണം കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടേക്ക് എടുത്ത് വായിക്കേണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു, വ ഇന്നലക മൗഇദൻ ലൻ തുഖ്ലഫഹു, നിശ്ചയമായി നിനക്കൊരു അവധിയുണ്ട്, അത് ലംഘിക്കപ്പെടുകയേ ഇല്ല. ലൻ തുഖ്ലഫഹു എന്ന് പറഞ്ഞാൽ അവധി, ആ നിർണയിച്ച അവധി, ആ നിശ്ചിത സമയം ലംഘിക്കപ്പെടുകയില്ല. പിന്നെ പറഞ്ഞു, വല്ലൂർ, നീ നോക്കണം, ഇലാഹിക്കല്ലതി ലൽത അലൈഹി ആക്കിഫ, നീ പൂജിച്ചു കൊണ്ടേയിരിക്കുന്ന നിൻ്റെ ആ ദൈവത്തിൻ്റെ നേരെ നോക്കൂ. ലനുഹരിഖന്നഹു സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ, നാം അതിനെ ചുട്ടരിക്കുകയും എന്നിട്ട് നാം അത് പൊടിച്ച് കടലിൽ വിതറിക്കളയുകയും ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനിനോട് ചോദിച്ച ചോദ്യവും അതിന് പറഞ്ഞ മറുപടിയും, പിന്നീട് ആ ഹാറൂനിനോടല്ല, സാമിരിയോട് പറഞ്ഞ കാര്യവും അതിൻ്റെ മറുപടിയും, പിന്നീട് ആ സാമിരിയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വളരെ ഗൗരവമേറിയ ഒരു കാര്യവുമാണ് ഈ ആയത്തിലൂടെ നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോടും സാമിരിയോടും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. കാരണം ഷിർക്കിൻ്റെ ഗൗരവം അത്രത്തോളമുണ്ട് എന്നുള്ളത് ആ സംസാര ഭാഷയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ഒരാളിൽ ഷിർക്ക് സംഭവിക്കുന്നതോടുകൂടി അയാളെ കാത്തിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം കാര്യങ്ങളിൽ നിന്നല്ല, നമുക്കറിയാലോ, ഒരു മനുഷ്യനിൽ ഷിർക്ക് സംഭവിച്ചാൽ അദ്ദേഹത്തിന് സ്വർഗ്ഗം നിഷിദ്ധമാകും, അല്ലേ? അതുപോലെ ആ ഷിർക്ക് എന്ന് പറയുന്നത് ഒരു പൊറുക്കപ്പെടാത്ത പാപമാണ്. നമുക്കറിയാം, സൂറത്ത് നിസായിലെ 48-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അള്ളാഹു ഒരിക്കലും അവനിൽ ശിർക്ക് ചെയ്യുന്നത് പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്തതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ. ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ആരോപിച്ചാൽ, ശിർക്ക് ചെയ്താൽ അവൻ വലിയ പാതകമാണ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ. ആ ശിർക്ക് ചെയ്യുന്നവൻ്റെ മുഴുവൻ കർമ്മങ്ങളും റസൂലിനോട് വരെ പറയുന്നുണ്ടല്ലോ, ലൈൻ അശ്റക്ത ലയഹ്ബത്വൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിൻ്റെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോവുകയും നീ നഷ്ടക്കാരികളിൽ പെട്ടുപോകുമെന്നുമെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യരുടെ സമാധാനം നഷ്ടമാകുമെന്നുള്ളതാണ്. ഇവർക്കൊരിക്കലും പിന്നെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. എപ്പോഴും ഒരു ബേജാറും അതുപോലെ എല്ലാ കാര്യങ്ങളെയും ഒരു പേടിക്കേണ്ടുന്ന അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതമായിരിക്കും ഇത്തരം ആളുകൾക്ക് ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള അപകടകരമായ ശിർക്ക് ജീവിതത്തിൽ വരുന്നതിനെ സംബന്ധിച്ച് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, ജാഗരൂകരാവണം എന്ന് ഈ ഒരു സംസാരങ്ങളിൽ നിന്നെല്ലാം ഈ ശിർക്കൻ പ്രവർത്തനങ്ങൾ ഇവരുടെ കാര്യത്തിൽ വന്നപ്പോഴേക്കും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എത്രത്തോളം ഗൗരവത്തിലൂടെയാണ് ആ വിഷയങ്ങൾ അവരോട് സംസാരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവസാനം ഒതിവെച്ച ആയത്ത് ഇന്നമാ ഇലാഹുക്കുമുല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസിയ കുല്ല ഷൈഇൻ ഇൽമ. ഇന്നമാ ഇലാഹുക്കും, നിശ്ചയമായും നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, അള്ളാഹു ആണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. വസ്യ, വിശാലമായിരിക്കുന്നു, ഉൾപ്പെടുത്തിയിരിക്കുന്നു, കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനും, എല്ലാറ്റിനെയും അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ വസ്തുവിലും വിശാലമായിരിക്കുന്നു. എന്ത്? ഇൽമ, അവൻ്റെ അറിവ്, അവൻ്റെ അറിവിനാൽ അല്ലെങ്കിൽ അവൻ്റെ അറിവ് കൊണ്ട് എല്ലാ വസ്തുവിലും അവൻ വിശാലമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ദൈവം അല്ലാഹു മാത്രമാകുന്നു. ഇന്നമാ ഇലാഹുക്കുമുല്ലാ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. വസിഅ കുല്ല ഷൈഇൻ ഇൽമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹു എന്നും അള്ളാഹുവിൻ്റെ കഴിവുകൾ എന്താണ് എന്നും അവൻ്റെ ശക്തിയും അവൻ്റെ മഹാത്മ്യവും അവൻ്റെ വിശാലതയും അവൻ്റെ ഇൽമുമെല്ലാം എത്രത്തോളം ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കി തന്നുകൊണ്ട് ആരാണ് ആരാധിക്കപ്പെടാൻ അർഹൻ, ആരാണ് ഇലാഹാകാൻ യോഗ്യൻ എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് മാത്രം ആരാധനകൾ നൽകുന്ന, അവനിലൊരിക്കലും ഒന്നുകൊണ്ടും പങ്കു ചേർക്കാത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തഖീങ്ങളായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.